ഹലോ കൂട്ടുകാരെ, മലയാളം രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആ ടോപ്പിക്കിലെ മുൻകാല ചോദ്യങ്ങൾ കൂടി നമുക്ക് നോക്കിപ്പോകാം. ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇറങ്ങി പ്ലസ് പോയി അല്ലേ? എന്താണ് കൂട്ടിച്ചേർത്ത് എഴുതുമ്പോൾ? ഇറങ്ങിപ്പോയി. ഇത് ഒരു പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇറങ്ങിപ്പോയി എന്നുള്ളത് എങ്ങനെ പിരിച്ചെഴുതാം എന്നുള്ളത്. അപ്പോ അത് ആദ്യം പഠിക്കുക കേട്ടോ. ഇറങ്ങിപ്പോയി എങ്ങനെ പിരിച്ചെഴുതും? ഇറങ്ങി പ്ലസ് പോയി അല്ലേ? സന്ധി ഏതാണ് എന്നാണ് ചോദ്യം. സന്ധി ഏതാണ് ഇവിടെ? ദ്വിത്വ സന്ധിയാണ് അല്ലെ? ഇവിടെ ഈ പോയി എന്നുള്ളത് ഇവിടെ എത്തിയപ്പോൾ എന്താണ്? ഇരട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പോ ദ്വിത്വ സന്ധിയാണ്. ദ്വിത്വ സന്ധിയാണ്. നെക്സ്റ്റ് വൺ നോക്കാം. ശരിയായ പദം ഏത്? ഇതില് മനുഷ്യത്വം തന്നിട്ടുണ്ട്. ഇതിൽ ഏത് മനുഷ്യത്വമാണ് ശരിയായിട്ടുള്ളത്? ഏതാണ് ശരി? നിങ്ങളൊന്ന് ആദ്യം നിങ്ങളുടെ രീതിയിൽ ചെയ്ത് നോക്കും. എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കണം. അപ്പൊ ഏതിലാണ് തെറ്റ് പറ്റുന്നത് നോക്കിയിട്ട് ആ ചാപ്റ്ററുകൾക്കൊക്കെ എന്ത് ചെയ്യുക? ഇമ്പോർട്ടന്റ് കൊടുക്കുക കേട്ടോ. നോക്കാം. ഏത് വരും? ബി ആണ് കേട്ടോ. ഈ മനുഷ്യത്വമാണ് കേട്ടോ. മനുഷ്യത്വത്തിന് ഒരുപാട് അങ്ങോട്ട് വേണ്ട. മനസ്സിലായോ? മനുഷ്യത്വം അത്ര മതി. നമ്മളൊക്കെ പറയും മനുഷ്യത്വം വേണം എന്ന് പറയില്ലേ? മനുഷ്യത്വം. മനസ്സിലായോ? ഒരു തായാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കില് നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊന്നും നമുക്ക് നോക്കാം. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ കൂടെ അനുബന്ധ വിവരങ്ങൾ തരുന്നത് മുഴുവൻ പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇനി ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എത്തും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്തുമ്പോൾ ഈ വാക്കുകളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും കാണും. അപ്പൊ റിവിഷൻ ആകും. അപ്പൊ അന്ന് അവിടെ തെറ്റാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ അത്ര ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോ ഇനി ജിജ്ഞാസ എങ്ങനെ എഴുതും? ജിജ്ഞാസ പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. 122/24 ചോദ്യമാണ്. ജിജ്ഞാസ എങ്ങനെയാണ് എഴുതുക? ജിജ്ഞാസ. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ജിജ്ഞാസ. ഉത്തരവാദിത്വം എങ്ങനെയാണ് എഴുതുക? ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം. ഉത്തരവാദിത്വം അതും ഒരു തായാണ് കേട്ടോ. ഉത്തരവാദിത്വം. മനുഷ്യത്വം കണ്ടോ? ഉത്തരവാദിത്വം, മനുഷ്യത്വം. ആസ്തിക്യം. ആസ്തിക്യം. അതായത് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് 122/24 ചോദിച്ചത് കേട്ടോ. അപ്പൊ അതിൽ ജിജ്ഞാസ കറക്റ്റ് ആയിരുന്നു. ഉത്തരവാദിത്വം ശരിയായിരുന്നു. ആസ്തിക്യം ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. ആസ്തിക്യം ഇങ്ങനെയാണ് എഴുതുക. ശരിയായ പ്രസ്താവന, ശരിയായ പദമാണ്. ഇനി അതുപോലെ ആദരാഞ്ജലിയാണ് അവര് തെറ്റിച്ച് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആദരാഞ്ജലി എന്ന് എങ്ങനെ എഴുതുക? ആദരാഞ്ജലി ല്ലേ? എങ്ങനെ എഴുതും? ഞ എന്നുള്ളത് ഫസ്റ്റ് വരണം അല്ലെ? ജലി ല്ലേ? അഞ്ജലി. നമ്മൾ എങ്ങനെ എഴുതുക? അഞ്ജലി എന്ന് എങ്ങനെ എഴുതും? അഞ്ജലി ല്ലേ? അങ്ങനെയല്ലേ ഇതാ. അപ്പൊ ഇതേ തന്നെയാണ് ആദരാഞ്ജലി. ഇതാണ് 122/24 ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോ. ജിജ്ഞാസ. ജിജ്ഞാസ എങ്ങനെ എഴുതണം? ഉത്തരവാദിത്വം, ആസ്തിക്യം, ആദരാഞ്ജലി. മനസ്സിലായോ? അതേപോലെ അടുത്തത് നോക്കാം. 94/24 ശരിയായ പദങ്ങളിൽ തന്നിട്ടുള്ളതില് ഏതാണ്? കവയിത്രി എന്ന് എങ്ങനെയാണ് എഴുതുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കവയിത്രി. കവയിത്രി കണ്ടോ? ഇങ്ങനെയല്ലേ? യാവള്ളി താവള്ളി ല്ലേ? കവയിത്രി എന്നാണ് ശരിയായിട്ടുള്ള പദം. അതുപോലെ സമ്രാട്ട്. സാമ്രാട്ട് എന്നാണോ സമ്രാട്ട് എന്നാണോ? സമ്രാട്ട് എന്നാണ് ശരിയായിട്ടുള്ള പദം. അതുപോലെ വിമ്മിഷ്ടം നമ്മൾ പറയും. ഭയങ്കര വിമ്മിഷ്ടം പറയും. വിമ്മിട്ടം എന്നാണ് എന്ന് പറയാം അല്ലെ? വിമ്മിട്ടം മായാണ് കേട്ടോ. വിമ്മിട്ടം. ഇതാണ് ശരിയായിട്ടുള്ള പദങ്ങൾ. കവയിത്രി, സമ്രാട്ട്, വിമ്മിട്ടം. മനസ്സിലായോ? വിമ്മിട്ടം. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. അതേപോലെ 109/24 പദശുദ്ധി നോക്കാം. ഈ ഭഗവത്ഗീത എന്ന് എങ്ങനെയാണ് എഴുതുക? ഭഗവത്ഗീത. അതാണ് അന്നത്തെ ചോദ്യം കേട്ടോ. ഭഗവത്ഗീത എങ്ങനെ എഴുതും? ഭഗവ അല്ലെ? അതേപോലെ ഈ ദായാണ് കേട്ടോ. ഭഗവത്ഗീത. ഓക്കെ, ഈ ബാഡ് അതേ ദ. മനസ്സിലായോ? ഭഗവത്ഗീത. എന്താണ്? ഭഗവത്ഗീത. തെറ്റാൻ പാടില്ല. അത് ഒന്നും കൂടി നോക്കിയാലോ നമുക്ക്. 177/24 117 കേട്ടോ. 117/24 ചോദ്യമാണ്. അക്ഷോഹിണി എങ്ങനെ എഴുതും? അക്ഷോഹിണി എങ്ങനെയാണ് ആൻസർ വരിക? എഴുതുന്നത്
അക്ഷോഹിണി കേട്ടോ. ആ എഴുതി ക, അക്ഷ കണ്ട, അക്ഷ. എന്നിട്ട് അക്ഷോഹിണി കേട്ടോ. ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. കണ്ട, നമ്മളിപ്പോ എത്ര പദശുദ്ധി പഠിച്ചു? ഇതെല്ലാം പ്രീവിയസ് ആണ്. എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ആണ്. വീണ്ടും വരും, മാർക്കുകൾ കിട്ടും. മനസ്സിലായോ? 117/24 ചോദ്യം. മനസ്സിലായോ? നമുക്ക് ഒന്നും കൂടി നോക്കിയാലോ. 27/24 പദശുദ്ധിയിലെ ചോദ്യം നോക്കാം. ഈ നമ്മള് പദപ്രയോഗം നടത്തുമ്പോൾ 10 തെങ്ങ് എന്ന് നമുക്ക് പറയാം അല്ലെ. 10 തെങ്ങ് എന്നാണ് ശരി. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ 10 തെങ്ങുകൾ എന്ന് പറയാൻ പാടില്ല. തെങ്ങുകൾ എന്ന് വരാൻ പാടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇവിടെ 10 എന്ന് ഓൾറെഡി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? 10 എണ്ണം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇരട്ടിപ്പ് ആവശ്യമില്ല. തെങ്ങുകൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായില്ലേ? വേണ്ട. അപ്പൊ 10 എന്ന് ഇവിടെ ഒരു സംഖ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ മതി? സിംഗുലർ ആയിട്ടുള്ള വാക്ക് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ, ഉപയോഗിച്ചാൽ മതി കേട്ടോ. 10 തെങ്ങ് എന്നതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. അതേപോലെ 100 പുസ്തകം. കണ്ടോ, 100 എന്ന് തന്നു. അപ്പൊ പുസ്തകങ്ങൾ എന്ന് വേണ്ട, 100 പുസ്തകം. കണ്ടോ, ഇതാണ് ശരിയായി. പുസ്തകങ്ങൾ എന്നുള്ളത് തെറ്റാണ്. കാരണം ഇവിടെ 100 എന്ന് തന്നു, ഇവിടെ 10 എന്ന് തന്നു. അപ്പൊ ഇവിടെ ഇരട്ടിപ്പ് വരാൻ പാടില്ല. മനസ്സിലായോ? 10 തെങ്ങ്, 100 പുസ്തകം. കണ്ടോ, ഇതാണ് ശരിയായിട്ടുള്ള പ്രയോഗങ്ങൾ. ഇതിവിടെ ഓക്കെ ആണോ? കണ്ടോ, നമ്മളിപ്പോ എത്ര പദശുദ്ധി പഠിച്ചു, എത്ര പദങ്ങൾ നമ്മൾ ശരിയായിട്ടുള്ളത് പഠിച്ചു അല്ലെ. ഇപ്പൊ എത്ര പഠിച്ചു? ഇതാ, മനുഷ്യത്വം എങ്ങനെ എഴുതുന്ന പഠിച്ചു. ജിജ്ഞാസ പഠിച്ചു. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. കണ്ടോ, 13 പദശുദ്ധി ഇതാ ഒറ്റ ക്ലാസ്സിൽ പഠിച്ചു. പ്രീവിയസ് ആയിട്ടുള്ള 13 ചോദ്യ പേപ്പറുകളിൽ. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് പഠിച്ചു പോകും. സപ്പോർട്ട് വേണം കേട്ടോ. സപ്പോർട്ട് തീരെ കുറവാണ്. നമുക്ക് നോക്കാം അടുത്തത്. ആപ്പിൾ ഓഫ് ദി ഐ എന്നതിന് സമാനമായ ശൈലി ഏതാണ്? ശൈലികളാണ് അല്ലെ. ആപ്പിൾ ഓഫ് ഐ ഏതാ വരിക? ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്നത് കണ്ണിലുണ്ണി ഇല്ലേ. ആപ്പിൾ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണിലുണ്ണി. കണ്ണിലുണ്ണി അല്ലെ. ഇത് ഒരുപാട് ഈ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണിലുണ്ണി. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ കുറച്ച് എന്ത് ചെയ്യാം, കുറച്ച് ശൈലികളൊന്ന് നമുക്ക് നോക്കാം. 97/24 ചോദ്യം നോക്കിക്കോ. തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് എന്താണ്? തിരനോട്ടം. സോറി, നമ്മൾ തിരനോട്ടം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലേ. തിരനോട്ടം പഠിച്ചതാണ്. അല്പാൽപമായിട്ട് സൂചനകൾ നൽകുന്നത് എന്ന് അല്ലെ. ആനച്ചന്തം എന്താണ് അതിന്റെ ശൈലി? ആനച്ചന്തം. ആനച്ചന്തം. ആനന്റെ നല്ല ചന്തമാണോ പറയുന്നത്? ആണോ? ആകപ്പാടെ ഉള്ള ഭംഗി. ആകെപ്പാടെയുള്ള ഭംഗിയാണ് അല്ലെ. നമ്മൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോ എന്തൊരു ആനച്ചന്തം പറയില്ലേ. ആകെപ്പാടെയുള്ള ഭംഗിയാണ് ആനച്ചന്തം എന്ന് പറയുന്നത്. ഇനി 112/24 ചോദ്യം നോക്ക്. കച്ച കെട്ടുക. കച്ച കെട്ടുക എന്താ അതിന്റെ ശൈലി? കച്ച കെട്ടുക. സന്നദ്ധനാവുക. എന്താണ്? സന്നദ്ധനാവുക. അതായത് എല്ലാറ്റിനും റെഡി ആയിട്ട് നിൽക്കുക എന്ന് പറയില്ലേ. അവൻ റെഡി ആയിട്ട് സന്നദ്ധനായിട്ടാണ് നിൽക്കുന്നത്. കച്ച കെട്ടിയിട്ടാണ് ആളെ നിൽക്കുന്നത് എന്ന് പറയില്ലേ. കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ സന്നദ്ധനാവുക. സന്നദ്ധനാവുക. ഇനി 122/24 ചോദ്യം നോക്കണേ. കുതികാൽ വെട്ടുക എന്നതിന്റെ ശൈലി. കുതികാൽ വെട്ടുക. കുതികാൽ വെട്ടുക എന്നതിന്റെ ശൈലി എന്താണ് വരിക? വഞ്ചിക്കുക. കുതികാൽ കെട്ടുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. നമ്മുടെ കാലിന് വെട്ടിമുറിക്കുകയല്ല, നമ്മുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ ചതിക്കുകയാണ്. വഞ്ചിക്കുക. എന്താണ് കുതികാൽ കെട്ടുക? കുതികാൽ വെട്ടുക എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക എന്നാണ്. അതുപോലെ ഉയർച്ച തടയുക കേട്ടോ. ഉയർച്ച, നമ്മള് നല്ല രീതിയിൽ നേരാകുന്നതൊന്നും ഇഷ്ടമില്ലാത്തൊരു രീതിയിലെ ഉയർച്ച തടയുക. ഇനി അടുത്തത് 94/24 ഒരു ശൈലി ഒന്ന് നോക്കണേ. ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിൽ. ശ്ലോകം ചൊല്ലിക്കൊണ്ട് കഴിക്കുകയാണോ? ആണോ?
മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് കഴിക്കണോ? അല്ല അല്ലെ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക? ചുരുക്കി പറയുക. എന്താണ്? ചുരുക്കി പറയുക. ചുരുക്കി പറയുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം. 94/24 ചോദ്യം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പുട്ട് ഔട്ട് എന്താണ്? പുട്ട് ഔട്ട് നമ്മള് പ്രിപ്പോസിഷൻ, നമ്മൾ ഫ്രേസൽ വെർബിൽ പഠിക്കുന്നതാണ് അല്ലെ. നമ്മൾ ഇംഗ്ലീഷ് ഫ്രേസൽ വെർബ് പഠിക്കുന്നതാണ്. അണയ്ക്കുക. പുട്ട് ഔട്ട് പറഞ്ഞാൽ അണയ്ക്കുക. എക്സ്റ്റിംഗ്വിഷ് അല്ലെ. പുട്ട് ഔട്ട് എന്താണ്? അണയ്ക്കുക. ഇനി അടുത്തത് 109/24 ചോദ്യം നോക്കണേ. അമ്പലം വിഴുങ്ങുക. എന്താണ്? അമ്പലം വിഴുങ്ങുക. എന്താ അമ്പലം വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ? അമ്പലത്തിന് ഒന്നായിട്ട് വിഴുങ്ങുകയാണോ? അല്ല അല്ലെ. എന്താണ് അമ്പലം വിഴുങ്ങുക? മുഴുവൻ കൊള്ളയടിക്കുക. മുഴുവൻ കൊള്ളയടിക്കുക. മുഴുവൻ കൊള്ളയടിക്കുക. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഒന്നും കൂടി നോക്കാം. 117/24 ചോദ്യം നോക്കണേ. നേരെ വാ നേരെ പോ. എന്താ അതിന്റെ ശൈലി? അത് നമുക്ക് അറിയാം അല്ലെ. നേരെ വാ നേരെ പോ. എന്താ അതിന്റെ ശൈലി? സത്യസന്ധമായിട്ടില്ലേ? സത്യസന്ധമായി പെരുമാറുക. എന്താണ്? സത്യസന്ധമായി പെരുമാറുക. സത്യസന്ധമായി പെരുമാറുക. എന്നാ ഒന്നും കൂടി നമുക്ക് നോക്കാം. 20/24 ചോദ്യമാണ്. അയവിറക്കുക. എന്താ അയവിറക്കുക ശൈലി? അയവിറക്കുക. വീണ്ടും വീണ്ടും ഓർമ്മിക്കുക അല്ലെ. വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ചെടിയുടെ ഇലയൊക്കെ കൊമ്പൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ ആലോചിക്കില്ല. ഇങ്ങനെ അതിങ്ങനെ കടിക്കണുണ്ടാവും. ഇങ്ങനെ എവിടെയെങ്കിലും ആലോചിച്ച് നിൽക്കുന്നുണ്ടാവും അല്ലെ. അയവിറക്കുക. എന്താ? വീണ്ടും വീണ്ടും ആലോചിക്കുക. വീണ്ടും വീണ്ടും ആലോചിക്കുക. കണ്ടോ? ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ പഠിച്ചു? 10 ശൈലി നമ്മൾ പഠിച്ചു. കേട്ടോ? ഡെയിലി ഒരു കുറച്ച് സമയം മാറ്റി വെച്ചാൽ മതി. ഒരു 1.5 കുറച്ച് സമയം മാറ്റി വെച്ചാൽ തന്നെ നമ്മുടെ മലയാളത്തിലൊക്കെ 10 10 നിങ്ങൾക്ക് തരും കേട്ടോ. ആപ്പിൾ ഓഫ് ദി ഐ എന്താണ്? കണ്ണിലുണ്ണി. ആനച്ചന്തം എന്ന് പറഞ്ഞാൽ ആകെപ്പാടെയുള്ള ഭംഗി. കച്ച കെട്ടുക, സന്നദ്ധനാവുക. കുതികാൽ വെട്ടുക, വഞ്ചിക്കുക, ഉയർച്ച തടയുക. ശ്ലോകത്തിൽ കഴിക്കുക, ചുരുക്കി പറയുക. പുട്ട് ഔട്ട് അണയ്ക്കുക. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. നേരെ വാ നേരെ പോ, സത്യസന്ധമായി പെരുമാറുക. അയവിറക്കുക, വീണ്ടും വീണ്ടും ആലോചിക്കുക. അടുത്തത് കണ്ടു പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ അനുബന്ധ ഫാക്ട്സ് പഠിക്കുന്ന സമയത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്നാണെന്ന് പറഞ്ഞിട്ട് പഠിച്ചതാണ്. കണ്ടോ? കണ്ടു എങ്ങനെ പിരിച്ചെഴുതും? ഒന്ന് പിരിച്ചെഴുത്. കിട്ടുന്നുണ്ടോ? കിട്ടിയിട്ടുണ്ടാവും അല്ലേ. കൺ പ്ലസ് ടു ആണ് കേട്ടോ. കൺ പ്ലസ് ടു, കൺ അധികം ടു ആണ് കണ്ടു എന്ന് പറയുന്നത്. കണ്ടു. കൺ അധികം ടു ആണ് കണ്ടു എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് 97/24 ചോദ്യം നോക്കാം. വെൺ തിങ്കൾ പിരിച്ചെഴുതിക്കേ. വെൺ തിങ്കൾ. ഇതൊക്കെ ഒന്ന് പിരിച്ചെഴുതി നോക്കാം. ഞാൻ പ്രീവിയസ് ആയിട്ടുള്ള തരം ഇവിടെ. കലയാഴി. കലയാഴി. തിരുവടി. നിങ്ങൾ പിരിച്ചെഴുതി നോക്ക്. കിട്ടുന്നുണ്ടോ എന്ന് നോക്കണേ. തിരുവടി. ചിന്മുദ്ര. പരമോച്ഛ നില. പരമോച്ഛ നില. പരമോച്ഛ നില. പിരിച്ചെഴുതണേ. കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളൊരു എക്സാമിൽ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ചിട്ട് അത് ചെയ്ത് നോക്കണം. പിൽക്കാലം. പിൽക്കാലം. കണ്ണീര്. ഇതൊക്കെ ഒന്ന് പിരിച്ചെഴുത. കിട്ടിയോ? ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? വെൺ തിങ്കൾ എങ്ങനെ പിരിച്ചെഴുതും? വെൺ തിങ്കൾ എങ്ങനെ പിരിച്ചെഴുതും? വെൾ അധികം വെൾ ആണ് കേട്ടോ. വെൾ അധികം തിങ്കൾ ആണ് വെൺതിങ്കൾ. അലയാഴി. അലയാഴി എങ്ങനെയാണ്? അല അധികം ആഴി. അല അധികം ആഴി ആണ് അലയാഴി. തിരുവടി. തിരു പ്ലസ് അടി അല്ലേ.
തിരു അധികം അടി ആണ് തിരുവടി. ചിന്മുദ്ര. ചിന്മുദ്ര എങ്ങനെ പിരിച്ചെഴുതും? ചിത് പ്ലസ് മുദ്ര. ചിത്ത് അല്ലെ, ചിത്ത് അധികം മുദ്രയാണ് ചിന്മുദ്ര. ചിന്മുദ്ര എങ്ങനെയാണ് പിരിച്ചെഴുതുക? ചിന് ഇന്ന് എന്നൊക്കെ ഇവിടെ വരും കേട്ടോ. ഇവിടെ ന് എന്നൊക്കെ വരും, അത് തെറ്റാണ്. ചിത് പ്ലസ് മുദ്രയാണ് ചിന്മുദ്ര. പരമോച്ഛ നില. ഇതെങ്ങനെ പിരിച്ചെഴുതുക? ഇതെങ്ങനെ പിരിച്ചെഴുതും? പരമ പ്ലസ് ഉച്ച അധികം നില. പരമ അധികം ഉച്ച അധികം നില, പരമോച്ഛ നില. അടുത്തത് പിൽക്കാലം. പിൽക്കാലം എങ്ങനെ പിരിച്ചെഴുതും? പിൻ പ്ലസ് കാലം, പിൽക്കാലം. കണ്ണീര് എങ്ങനെയാണ് എഴുതുക? കണ്ണീര് കൺ അധികം നീര് കണ്ണീര്. മനസ്സിലായോ? കണ്ടു എങ്ങനെ പിരിച്ചെഴുതി? കൺ അധികം തു ആണ് കണ്ടു. വെൺതിങ്കൾ എന്തായി മാറി? ഇള്ളായി മാറി അല്ലെ. വെൺ പ്ലസ് തിങ്കൾ, വെൺതിങ്കൾ. അലയാഴി, അല ആഴി. തിരുവടി, തിരു അടി. ചിന്മുദ്ര, ചിത്ത് പ്ലസ് മുദ്ര. പരമോച്ഛ നില, പരമ ഉച്ച നില. പിൽക്കാലം, പിൻ ഇൽ എന്തായി? ഇന്നായി അല്ലെ. ഇൽ എന്തായി മാറി? ഇൻ ആയി മാറി. അപ്പൊ ഇൻ എന്ന് വന്നാൽ പിൻ പ്ലസ് അധികം കാലം തന്നു കഴിഞ്ഞാൽ ഇൻ എന്തായി മാറണം? ഇല്ലായി മാറണം. കണ്ണീര്, കൺ അധികം നീര്. സ്വാമികൾ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു? സ്വാമികൾ ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്നതാണ്. സ്വാമി എന്ന് പറയല്ലേ, പൂജക ബഹുവചനത്തിൽ വരുന്നതാണ്. പൂജക ബഹുവചനം എന്താണ്? ബഹുമാനാർത്ഥം സൂചിപ്പിക്കുന്ന പദങ്ങളെ ആണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. സല്ലിംഗ ബഹുവചനം സ്ത്രീ അല്ലെങ്കിൽ പുരുഷ നാമത്തെ കുറിക്കുന്നതാണ്. ഏത്? രണ്ടും തിരിച്ചറിയാൻ കഴിയാതെ സ്ത്രീയാണോ പെണ്ണാണോ എന്ന് ആണാണോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് സല്ലിംഗം. ഇനി ഫീമെയിലും ആണെന്നും അറിയില്ല, മെയിലാണെന്നും അറിയില്ല, രണ്ടും അറിയാത്തത്. ഇപ്പോ എങ്ങനെ? അധ്യാപകർ. അധ്യാപകർ എന്ന് തന്നാൽ അതെന്തായി? അലിംഗ ബഹുവചനമായിട്ട് മാറി. കാരണം അധ്യാപകർ അതില് ആരുണ്ട്? ടീച്ചറും ഉണ്ട്, മാഷും ഉണ്ട് അല്ലെ. അതിൽ ആരാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ സല്ലിംഗ ബഹുവചനം പെങ്ങൾ. പെങ്ങളാരാ? ഒരു പെൺകുട്ടിയാണ് അല്ലെ, അത് പെൺകുട്ടിയാണെന്നുള്ളത് അറിഞ്ഞു. ഇനി പൂജക ബഹുവചനമാണ് സ്വാമികൾ എന്ന് പറയുന്നത്. പൂജക ബഹുവചനങ്ങൾക്ക് ഉദാഹരണമാണ് ഗുരുക്കൾ, സ്വാമികൾ, സ്വാമികൾ, വൈദ്യർ. നമ്മൾ ഒരാളെ ബഹുമാനാർത്ഥം പദം കൊണ്ട് സൂചിപ്പിക്കുന്ന പദങ്ങളാണ് അല്ലേ ഇത്. താങ്കൾ എന്ന് പറയില്ലേ, താങ്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചു കൊണ്ട് പറയുന്നതാണ് അല്ലെ. ഗുരുക്കള്, വൈദ്യര്, അതുപോലെ അവർകൾ അല്ലെ, താങ്കൾ, അവർകൾ. പിന്നെ ആചാര്യർ, ആചാര്യർ, ഗുരുക്കൾ, സ്വാമികൾ, വൈദ്യർ, താങ്കൾ, അവർകൾ, ആചാര്യർ. ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനങ്ങൾക്ക് ഉദാഹരണം ആണ്. പഠിച്ചല്ലോ അല്ലെ. നമുക്കിവിടെ ജലം എന്ന അർത്ഥം വരുന്ന പദം ഏത് എന്ന് കൊടുത്തിട്ടുണ്ട്. പര്യായ പദങ്ങളിൽ വരുന്നതാണ്. ജലം പറയുന്ന ഇതാണ്. അപ്പ് എന്ന് പറഞ്ഞാലും എന്താണ്? ജലമാണ് കേട്ടോ. അപ്പ് എന്ന് പറഞ്ഞാലും എന്താണ്? ജലമാണ്. ജലത്തിന് മറ്റെന്തൊക്കെ പര്യായങ്ങൾ പറയാം? തോയം, തോയം, സലിലം, തോയം, സലിലം, അപ്പ്. പിന്നെ ഏതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത്? തോയം, സലിലം, അപ്പ്, പിന്നെ അമ്പു, വാരി. ഇതൊക്കെ എന്താണ്? ജലത്തിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. തോയം, സലിലം. ക്ലാസ് തന്നെ ഇരുന്ന് പഠിക്കണം കേട്ടോ. തോയം, സലിലം, അപ്പ്, അമ്പു, വാരി കേട്ടോ. എന്താണ്? തോയം, സലിലം, അപ്പ്, അമ്പു, വാരി. ഇതൊക്കെ എന്താണ്? ജലത്തിന്റെ പര്യായ പദങ്ങൾ ആണ്. ഇനി നമുക്ക് 38/24 ഒന്ന് ചോദ്യം നോക്കണേ. പക്ഷിക്കൂട് എന്ന പക്ഷിക്കൂട് പക്ഷിക്കൂട് ഇതിന് പര്യായ പദമായിട്ട് വരുന്ന മറ്റൊരു പദം എന്താണ്? പക്ഷിക്കൂടിന് മറ്റൊന്ന് വാക്ക് പറയാം. ഏതാണ്? നീഡം ട്ടോ. നീഡം എന്ന് പറഞ്ഞാലും പക്ഷിക്കൂടാണ് കേട്ടോ. നീഡം പക്ഷിക്കൂടാണ്. ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. 71/24 ചോദ്യം നോക്കിയേ. പുത്രൻ. പുത്രന് പര്യായം എന്ത് പറയാം? പുത്രൻ. നമ്മൾ പുത്രൻ, നമ്മുടെ മക്കളില്ലേ, മക്കള്, പുത്രൻ. ആ പുത്രനെ നമുക്ക് വേറൊരു പേര് കൂടി പറയാം.
ജനകൻ കേട്ടോ. എന്താണ് ജനകൻ എന്ന് പറഞ്ഞാലും അയ്യോ സോറി, ജനകനല്ല, ജനകൻ അച്ഛനാണ്, സോറി. പുത്രന്റെ പര്യായ പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുത്രനെ തനയൻ എന്ന് പറയാം കേട്ടോ. പുത്രൻ എന്ന് പറഞ്ഞാൽ തനയൻ വരും. പിന്നെ തനുജൻ, തനയൻ, തനുജൻ, ആത്മജൻ, ഇതൊക്കെ എന്താണ് പുത്രന്മാരെ നമുക്ക് പറയേണ്ട. പുത്ര എന്ന് വിളിക്കുന്നതിന് പകരം തനയൻ, തനുജൻ, ആത്മജൻ എന്തൊക്കെ എന്താണ് പുത്രന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. അതേപോലെ 78/24 ചോദ്യം നോക്കണേ. മാൻ, മാനിനെ നമുക്ക് വേറെ ഒന്നുകൂടി പറയാം. എന്താണ് മാൻ? ഏണം എന്ന് പറഞ്ഞാലും മാനാണ് കേട്ടോ. പര്യായ പദങ്ങൾ പഠിക്കണേ. മാനിന് എന്താണ് ഏണം എന്ന് പറഞ്ഞാലും മാനാണ്. നെക്സ്റ്റ് വൺ 92/24 ചോദ്യമാണ് മൃത്തിക. എന്താണ് മൃത്തിക? എന്താ മൃത്തിക? എന്തിന്റെ പര്യായമാണ്? മണ്ണാണ് കേട്ടോ. മണ്ണ്, മണ്ണിനെ നമുക്ക് എന്തും പറയാം, മൃത്തിക എന്ന് പറയും അല്ലേ. നമ്മൾ മൃത്യു അല്ലെ, മരണം സംഭവിച്ചാൽ മണ്ണിലാണ് അല്ലെ, അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. മൃത്തിക മണ്ണ്. അതേപോലെ ഇരുമ്പ്, ഇരുമ്പ്, ഇരുമ്പ് നമ്മൾ സാധാരണ ഇരുമ്പ് 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 പറയാം. അതിന് പകരം മറ്റൊരു പദം ഉപയോഗിക്കാം. അതും 92/24 ചോദ്യമാണ്. എന്ത് പറയാം നമുക്ക്? ആയസം എന്ന് പറഞ്ഞാൽ, പായസം അല്ല കേട്ടോ, ആയസമാണ്. ആയസം, അത് ഒന്ന് ഓർത്തോ കേട്ടോ. പായസം നമ്മൾ പറയില്ലേ, അതിന് കൂടെ ആയസം എന്ന് ചേർത്തേ. ആയസം അതെന്താ? ഇരുമ്പാണ് കേട്ടോ. ആയസം ഇരുമ്പ് ആണ്. അതേപോലെ 92/24 ചോദ്യം തന്നെയാണ് നിരാമയൻ. നിരാമയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായ പദം എന്താണ് വരിക? നിരാമയൻ ദുഃഖമില്ലാത്തവനെയാണ് നിരാമയൻ എന്ന് പറയുന്നത് കേട്ടോ. ദുഃഖമില്ലാത്തവൻ പര്യായ പദമാണ്. ദുഃഖമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ നിരാമയനാണ് കേട്ടോ. നോക്കിക്കേ, 92/24 തന്നെ 3 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പഠിക്കണം കേട്ടോ. അപ്പൊ ജലത്തിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? തോയം, സലിലം, അപ്പ്, അമ്പു, വാരി. തോയം, സലിലം, അപ്പ്, അമ്പു, വാരി. നെക്സ്റ്റ് വൺ എന്താ? പക്ഷിക്കൂടിനെ എന്ത് പറയാം? നീടം എന്ന് പറയാം. പുത്രനെ തനയൻ എന്ന് പറയാം, തനുജൻ എന്ന് പറയാം, ആത്മജൻ എന്ന് പറയാം. മാനിനെ ഏണം എന്ന് പറയാം. മൃത്തികനെ മൃത്തിക പറഞ്ഞാൽ മണ്ണാണ്. ഇരുമ്പിനെ എന്ത് പറയാം? ആയസം എന്ന് പറയാം. നിരാമയൻ എന്ന് പറഞ്ഞാൽ ദുഃഖമില്ലാത്തവൻ എന്നാണ്. ഇത്രയും പര്യായ പദങ്ങൾ നമ്മൾ എത്ര പര്യായങ്ങളെ ഒരു ക്ലാസ്സിൽ തന്നെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വെറുതെ ക്ലാസ്സിൽ പഠിച്ചാൽ മാത്രം പോരാ, എക്സാം ഹാളില് മാർക്കാക്കിയിട്ട് മാറ്റണം കേട്ടോ. അങ്ങനെ നമുക്കൊരു ഒരു 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 പര്യായം ഞാൻ പറയാം. നമ്മൾ അമ്മ അല്ലെ, അമ്മ, അമ്മയ്ക്ക് നമ്മൾ എന്തൊക്കെ പറയാം? അമ്മയ്ക്ക് മാതാവ് അല്ലെ, മാതാവ് എന്ന് പറയാം. പിന്നെ എന്തു പറയാം? ജനയിത്രി എന്ന് പറയാം. ജനയിത്രി അല്ലെ, ജനകൻ അച്ഛനാണെങ്കിൽ ജനയിത്രി അമ്മയാണ്. ഇനി ജനനി അല്ലെ, ജനനി നമ്മൾ ജനിപ്പിച്ചത് കൊണ്ട് തന്നെ അല്ലെ, ജനനി, ജനിത്രി, ജനനി, ജനിത്രി. പിന്നെ എന്ത് പറയാം? പ്രസു, പ്രസു, തായ, ഇതൊക്കെ എന്താ? അമ്മയാണ് കേട്ടോ. അമ്മയെ എന്തൊക്കെ പറയാം? മാതാവ് എന്ന് പറയാം, ജനനി എന്ന് പറയാം, ജനിത്രി, ജനിയിത്രി, പ്രസു, തായ, ഇതൊക്കെ അമ്മയുടെ പര്യായ പദങ്ങളാണ്. എത്ര പര്യായങ്ങളാണ് നമ്മൾ നോക്കിക്കേ. ഇങ്ങനെ പഠിച്ച് 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 നമുക്ക് മലയാളത്തിനെ നമ്മുടെ കൈകളിൽ ഒതുക്കണം കേട്ടോ. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കണ്ടോ? ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 ചോദ്യം വന്നു. നക്ഷത്രം എണ്ണിക്കുക എന്ന കാരണം ഇതില് 20 ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 20 ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ക്ലാസ് കുറച്ച് ലെങ്ത് ആയിരിക്കും. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? കഷ്ടപ്പെടുത്തുക എന്നാണ് അല്ലെ. നമ്മൾ കുറച്ചു നേരത്തെ കുറെ ശൈലികൾ പഠിച്ചതാണ്. ഓക്കെ, നമുക്കെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗം, വിപരീത പദമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്താ വരിക? എ ആണ് കേട്ടോ. യാചകി ആണ് കേട്ടോ. യാചകൻ, യാചകി, യാചകൻ, യാചകി എന്ന് നമുക്ക് പ്രീവിയസ് ചോദ്യം പഠിക്കാം. 11/24 ജംഗമം. ജംഗമം എന്താണ് വിപരീത പദം? കിട്ടുന്നുണ്ടോ നോക്കണം കേട്ടോ. ഉന്മീലനം, സ്വകീയം. എവിടെയെങ്കിലൊക്കെ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങനെ റിക്കവർ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ദുഷ്ടൻ, ഗ്രം,
സ്വാശ്രയം, ഭാഗികം, ഭാഗികം. ഇതൊക്കെ ഒന്ന് വിപരീതം ചെയ്യാം. നീചം, നീചം 134/24 ചോദ്യമാണ് കേട്ടോ. ഇതൊന്ന് ചെയ്തത് ഒക്കെ പ്രീവിയസ് ആണ്. പഠിക്കുക. ജംഗമം എന്താണ് വിപരീത പദം വരിക? ജംഗമത്തിന്റെ ജംഗമം എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സ്ഥാവരം എന്നാണ്. ജംഗമം, സ്ഥാവരം. ഉന്മീലനം, ഉന്മീലനം എന്ത് വരും? നിമീലനം എന്ന് വരും കേട്ടോ. ഉന്മീലനം, നിമീലനം എന്ന് വരും. ഉന്മീലനം, നിമീലനം. അടുത്തത് സ്വകീയം. സ്വകീയം പരകീയമാണ് കേട്ടോ. സ്വകീയം പരകീയമാണ്. ദുഷ്ടൻ, ശിഷ്ടനാണ് കേട്ടോ. ദുഷ്ടൻ ഓപ്പോസിറ്റ് അല്ലേ? നല്ലത് എന്ന് പറയുമ്പോ അതിന്റെ ഓപ്പോസിറ്റ് ചീത്ത എന്നുള്ള രീതിയിലാണ് വരിക. ഉഗ്രം, ഉഗ്രം ശാന്തമാണ് അല്ലെ? ഉഗ്രം ശാന്തമാണ്. സ്വാശ്രയം പരാശ്രയമാണ്. സ്വാശ്രയം പരാശ്രയം. ഭാഗികം, ഭാഗികം പറഞ്ഞ കുറച്ച് അല്ലേ? അപ്പൊ സമഗ്രമായി, സമഗ്രം. ഉച്ചം നീചം അല്ലെ? ഉച്ചം നീചം. മനസ്സിലായോ? അപ്പൊ എത്ര പര്യായങ്ങൾ പഠിച്ചു നമ്മള്? 2, 4, 6, 8, 9 പര്യായങ്ങൾ അല്ല, സോറി, 9 വിപരീത പദം പഠിച്ചു അല്ലെ? യാചകൻ എന്ന പദത്തിന്റെ എതിർലിംഗം യാചകി. ജംഗമം സ്ഥാവരം. ഉന്മീലനം, നിമീലനം, നിമീലമല്ല കേട്ടോ, നിമീലനമാണ്. നിമീലനം. സ്വകീയം പരകീയം. ദുഷ്ടൻ ശിഷ്ടൻ. ഉഗ്രം ശാന്തം. സ്വാശ്രയം പരാശ്രയം. ഭാഗികം സമഗ്രം. നീചം ഉച്ചം. അശ്വതാത്മാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നരുളുകയായിരുന്നു. ഇരുന്നുരുളുകയല്ല കേട്ടോ, ഇരുന്നരുളുകയായിരുന്നു. ഇരുന്നരുളുക പറയുമ്പോൾ സംസാരിക്കുക അല്ലെ? ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി എന്താണ്? ഭാഗീരഥി കച്ചം. അതിനെ ഘടകപദമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗീരഥി കച്ചത്തിനെ ഘടകപദമാക്കാൻ. അശ്വതാത്മാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചത്തിനെ ഘടകപദം ആക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. എങ്ങനെ ഇതിനെ ഘടകപദമാക്കും? ഡി ആണ് കേട്ടോ. ഭാഗീരഥിയുടെ കച്ചം എന്നാണ്. ഭാഗീരഥിയുടെ കച്ചം എന്നതാണ് ഭാഗീരഥി കച്ചത്തിന് ഘടകപദമാക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ 78/24 PSC ചോദിച്ച ഒരു ഘടകപദമാണ് പല്ലവപുടം. എന്താ പല്ലവപുടം? അതിനെ ഒന്ന് ഘടകപദമാക്കിക്കേ. അതായത് വിഗ്രഹിക്കാനാണ് പറയുന്നത്. കടബാധ്യത എങ്ങനെ വിഗ്രഹിക്കാം? കടബാധ്യത. കരചരണാദികൾ. കരചരണാദികൾ. 4-5. 4-5. തലവേദന. അതിനെ ഒന്ന് ഘടകപദമാക്കിക്കേ. തലവേദന. പല്ലവപുടം എങ്ങനെ വിഗ്രഹിക്കാം? പല്ലവത്തിന്റെ പുടം ആണ് പല്ലവപുടം ട്ടോ. പല്ലവത്തിന്റെ പുടം. പല്ലവത്തിന്റെ പുടം ആണ് ഏത്? പല്ലവപുടം എന്ന് പറയുന്നത്. പല്ലവപുടത്തിനെ വിഗ്രഹിക്കുമ്പോൾ പല്ലവത്തിന്റെ പുടം. കടബാധ്യത എങ്ങനെ വിഗ്രഹിക്കാം? കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത. കടം മൂലം ഉണ്ടാകുന്ന, കടം മൂലം ഉണ്ടാകുന്ന ബാധ്യത ആണ് ഇത് കടബാധ്യത എന്ന് പറയുന്നത്. കരചരണാദികൾ. കരചരണാദികൾ ഘടകപദമാക്കിയാൽ കരം, ശരണം മുതലായവ ട്ടോ. കരം, ശരണം മുതലായവ. 4-5 എങ്ങനെ ഘടകപദമാക്കാം? 4-5. തലവേദന. തലവേദന എങ്ങനെ ഘടകപദമാക്കാം? തലയിലെ വേദനയാണ് അല്ലെ?
തലയിലെ വേദന, തലവേദന. മനസ്സിലായല്ലോ അല്ലെ? നമ്മള് 6 ഘടകപദം പഠിച്ചു. പല്ലവപുടം, പല്ലവത്തിന്റെ പുടം, കടബാധ്യത, കടമൂലം ഉണ്ടാകുന്ന ബാധ്യത, കരചരണാദികൾ, കരം, ചരണം മുതലായവ. 4, 5, 4, 5. തലവേദന, തലയിലെ വേദന. നെക്സ്റ്റ് വൺ, ഉന്മീലനം എന്ന വാക്കിന്റെ വിപരീത പദം. വിപരീത പദം ഇപ്പൊ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഉന്മീലനം എന്നതിന്റെ വിപരീത പദം എന്താണ്? താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അടുത്തത് സത് പ്ലസ് ആചാരം. ചേർത്തെഴുതിക്കേ. സത് പ്ലസ് ആചാരം ചേർത്തെഴുതാനാണ്. ആൻസർ തീർച്ചയായിട്ടും കൂട്ടുകാര് താഴെ കമന്റ് ചെയ്യണം. ഏതാണ്? സദാചാരമാണ് അല്ലെ? സത് പ്ലസ് ആചാരം എന്താണ്? സദാചാരം ആണ്. തെറ്റിക്കാൻ പാടില്ല. എങ്കിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് നോക്കി പോകാം. 112/24 ചോദ്യമാണ്. കൽ അധികം മതം ചേർത്തെഴുതു. കൽ അധികം മതം, കടൽ പുറം, വിണ്ടലം. വിണ്ടലം ഒന്ന് പിരിച്ചെഴുതു. അതേ ചോദ്യത്തിൽ തന്നെ വീണ്ടും തിരിച്ചു തന്നു. വീണ്ടും നിങ്ങൾ ചോദ്യം കാണണം. 20/24 109 വിണ്ടലം ഇങ്ങനെ തന്നു. ഇനി വിൺ പ്ലസ് തലം ഇതെങ്ങനെ ചേർത്തെഴുതിയാൽ വരും. അതേപോലെ 25/24 ചോദ്യമാണ്. കൽ അധികം മതിൽ. കിട്ടിയ ആൻസർ കിട്ടിയ നിങ്ങൾക്ക്? ചെയ്യാൻ കഴിയണം. ചെയ്തു നോക്കുക കേട്ടോ. ചെയ്തു നോക്കുക. തെറ്റ് വന്നാ വരട്ടെ. സത് പ്ലസ് ആചാരം സദാചാരമാണ്. കൽ അധികം മതം എന്താ ഇതാ? കന്മതമാണ് അല്ലെ? കന്മതം ആണ്. കന്മതം. കടൽ പ്ലസ് അധികം പുറം, കടപ്പുറം. കടപ്പുറം. അടുത്തത് വിണ്ടലം അല്ലെ? വിൺ അധികം തലം ആണ് വിണ്ടലം. വിൺ അധികം തലം. അപ്പൊ വിൺ അധികം തലം ഇവിടെ എന്ത് വരും? വിണ്ടലം എന്ന് വരും. കൽ അധികം മതിൽ, കന്മതിലാണ്. കന്മതിൽ. കൽ പ്ലസ് മതിൽ, കന്മതിൽ. ഇൽ എന്തായി മാറണം? എപ്പോഴും ഇൻ ആയി മാറണം. ഇൻ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇൽ ആയി മാറണം. ഓക്കെ, നേരത്തെ തന്നു. നമ്മൾ ഒരു പദശുദ്ധി നമ്മൾ നേരത്തെ പഠിച്ചതാണ് അല്ലെ? ശരിയായ പദം എടുത്തെഴുതുക. സമ്രാട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കണ്ടോ? പ്രീവിയസ് വന്ന ചോദ്യം കണ്ടോ? ഞാൻ നേരത്തെ പ്രീവിയസ് ചോദ്യം കൊണ്ട് പറഞ്ഞില്ലേ? വീണ്ടും കണ്ടോ എത്ര പ്രാവശ്യം ചോദ്യം വന്നിരിക്കുന്നു നോക്ക്. ഇതൊന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ശരിയായ പദം നമ്മൾ കുറെ സമാന പദങ്ങൾ പഠിച്ചതാണ്. ഇതിൽ ഏതാണ് സമ്രാട്ട് എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം. കാണാൻ ആഗ്രഹിക്കുന്നവൻ. ഒറ്റ പദം എഴുതിക്കേ. കാണാൻ ആഗ്രഹിക്കുന്നവൻ. ഒറ്റ പദം. ഏതാണ് കാണാൻ ആഗ്രഹിക്കുന്നവൻ? കിട്ടിയ ആൻസർ കിട്ടിയോ? 93-ാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ. പിപ്പാസു. എന്താണ്? കുടിക്കാൻ കാണാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പാസു ആണ് അല്ലെ? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ദിദൃക്ഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപ്പടിഷു. കണ്ടോ? കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ്? ദിദൃക്ഷു അല്ലെ? സോറി, ഇവിടെ ആൻസർ മാറിപ്പോയി. കാണാൻ ആഗ്രഹിക്കുന്നവനാണ് ദിദൃക്ഷു. ദീക്ഷിതം അല്ലെ? കണ്ണ്, കാഴ്ച. കാണാൻ ആഗ്രഹിക്കുന്നവൻ എന്താണ്? ദിദൃക്ഷു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപ്പാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പാസു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ബുഭുക്ഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് പിപ്പടിഷു. മനസ്സിലായോ? എന്നാ നമുക്ക് പ്രീവിയസ് നോക്കാം. 122 കേട്ടോ. എല്ലാം 24 ചോദ്യമാണ്. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താ? ഒറ്റപ്പദം. ഉണർന്നിരിക്കുന്ന അവസ്ഥ. ദ്രൗണി ആരാണ്? ദ്രൗണി. ഇതെല്ലാം ചെയ്യാൻ നോക്കൂ കേട്ടോ.
വേദത്തെ സംബന്ധിച്ചത്. വേദത്തെ സംബന്ധിച്ചത്. ഋഷികളെ സംബന്ധിച്ചത്. ഋഷികളെ സംബന്ധിച്ചത്. ജാമാതാവ്. എല്ലാം ഒറ്റപ്പദമാക്കണേ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ഒറ്റപ്പദം. 20/24 ചോദ്യമാണ് കേട്ടോ. പറയൂ, ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ്? ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരമാണ് കേട്ടോ. ഒറ്റപ്പദം എന്താണ്? ജാഗരം. ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്താണ്? ജാഗരം. ദ്രൗണി. ആരാ ദ്രൗണി? അശ്വതാത്മാവാണ് കേട്ടോ. ദ്രൗണി ആരാണ്? ദ്രൗണി ആരാണ്? അശ്വതാത്മാവാണ്. അശ്വതാത്മാവ്. വേദത്തെ സംബന്ധിച്ചത് വൈദികം. വേദത്തെ സംബന്ധിച്ചത് വൈദികം. ഋഷികളെ സംബന്ധിച്ചത് ആർഷമാണ് കേട്ടോ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഋഷികളെ സംബന്ധിച്ചത് ആർഷമാണ്. ആരാ? ജാമാതാവ്. മരുമകനാണ് അല്ലെ? ജാമാതാവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഞാന്. ജാമാതാവ് മരുമകൻ. മരുമകൾ ആരാ? സ്നുഷയാണ് അല്ലെ? സ്നുഷയാണ്. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇപ്പൊ പറഞ്ഞു തന്നോളൂ. എന്താ? ദിദൃക്ഷു. കണ്ടോ? ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ 2026 ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതാ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. 2024 ചോദ്യം വീണ്ടും നമ്മൾ എടുക്കുന്നു. ഇനി ഇത് വീണ്ടും വരും. നമ്മൾ 25ത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും ഇല്ലേ? ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോ അതിൽ കാണും, 23ത്തെ കാണും, 22ത്തെ കാണും, 21ത്തെ കാണും. കണ്ടോ? അങ്ങനെ നമുക്ക് പഠിച്ചു പോകാം കേട്ടോ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ്? ദിദൃക്ഷു ആണ്. ഇപ്പൊ പഠിച്ചു. ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം. ദ്രൗണി ആരാണ്? അശ്വതാത്മാവാണ് കേട്ടോ. ദ്രൗണി ആരാണ്? അശ്വതാത്മാവാണ്. വേദത്തെ സംബന്ധിച്ചത് വൈദികം. ഋഷികളെ സംബന്ധിച്ചത് ആർഷം. ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകനാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ മരുമകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ പറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയം സങ്കല്പിക്കണം. ഹേസ് ജാമാതാവാണ്. ജാമാതാവ്. മരുമകൾ സൃഷയാണ്. കാണാൻ ആഗ്രഹിക്കുന്ന യാൾ എന്ന് പറഞ്ഞാൽ ദിദൃക്ഷു ആണ്. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു ആണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ പിപടിഷു ആണ്. ഇനി നദിയുടെ പര്യായം അല്ലാത്ത പദം ഏതാണ് എന്ന ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. ഇത് നമ്മൾ 173/25 ആണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ്. എക്സാം നടത്തിയത് 2026 കേട്ടോ. എക്സാം നടത്തിയത് 2026 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 173/. ഈ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? നമ്മൾ കുറെ പര്യായങ്ങൾ കുറച്ച് നേരത്തെ പഠിച്ചതാണ്. അപ്പൊ ഈ നദിയുടെ പര്യായങ്ങൾ മാത്രം നമുക്കൊന്ന് ഇതിൽ നോക്കാം കേട്ടോ. നദിക്ക് എന്തൊക്കെ പര്യായ പദങ്ങൾ പറയാം? നമ്മൾ നേരത്തെ അമ്മയുടെ പര്യായ പദം പഠിച്ചു. നദിയുടെ പര്യായ പദം എന്തൊക്കെ വരും? സരിത്ത് ട്ടോ. സരിത്ത് എന്ന് പറഞ്ഞാൽ നദിയാണ്. നിർഝരി നദിയാണ് കേട്ടോ. നിർഷരി നദിയാണ്. ആബക ഇതെല്ലാം പ്രീവിയസ് ആയിട്ട് വന്നതാണ് കേട്ടോ. ആബക. തരങ്കിണി അത് പിന്നെ നമുക്കറിയാം അല്ലെ. ഒഴുകുന്നത് കൊണ്ട് തന്നെ തരങ്കിണി നദിയാണ്. തടിനി നദിയാണ്. തടിനി. ധൂനി. ധുനി. ആത്. പുഴ. ഇതൊക്കെ എന്താണ്? നദിയുടെ പര്യായ പദങ്ങളാണ് കേട്ടോ. സരിത്ത്, നിർഝരി, ആബക, തരങ്കിണി, തടിനി, ധുനി, ആത്, പുഴ ഇതൊക്കെ നദിയുടെ പര്യായ പദങ്ങളാണ്. ശരിയായ വാക്യം കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ സി ആണ് ആൻസർ കേട്ടോ. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ഇവിടെ 5000-ഓളം പേർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏകദേശം എന്ന് പറയണ്ട. 5000-ഓളം പേര് പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏകദേശം തെറ്റാണ്. ഉദ്ദേശം 30-നടുത്ത് കുടുംബങ്ങളാണ് അവിടെ കുടിയേറി. ഉദ്ദേശമൊന്നും വേണ്ട, തെറ്റാണ്. ഏറെക്കുറെ 100-നകത്ത് ഏറെക്കുറെ വേണ്ട കേട്ടോ, തെറ്റാണ്. അപ്പൊ 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ഇതാണ് ശരിയായിട്ടുള്ള പദം. അതേപോലെ 47/24 ആ ശരിയായിട്ടുള്ള വാക്യം ഞാൻ ഇവിടെ പറഞ്ഞു തരാം.
ഭാരതീയർ എല്ലാവരും എന്ത് ചെയ്യണം? സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. കണ്ടോ? ഇതാണ് ശരിയായിട്ടുള്ള വാക്ക് അന്നത്തേല്. പക്ഷെ അതിൽ തെറ്റ് വന്ന വാക്കിനെ അവിടെ ഒന്ന് വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കണേ. ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി. ഭാരതീയർ തന്നിട്ടുണ്ട്. പിന്നെ ഭാരതീയർ എന്താണ്? എല്ലാവരും സ്നേഹോദര ഭാവത്തോടു കൂടി. സ്നേഹാദര എന്നല്ല, സ്നേഹോദര എന്ന് തന്നു. മനസ്സിലായോ? സ്നേഹോദര, സ്നേഹോദര തെറ്റാണ് കേട്ടോ. ഈ വാക്ക് ഇവിടെ തെറ്റാണ്. സ്നേഹാദര ഭാവം അതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അതേപോലെ അടുത്തത് നമുക്ക് നോക്കാം. 102/24 തന്നിട്ടുള്ള ശരിയായ വാക്ക്. അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്തു. നമ്മൾ അതിഥി എന്ന് എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റത്തെ താ അല്ലെ, താ ഫസ്റ്റ് വരെ. നമ്മൾ താത്ത ദന്തന്ന, നമ്മൾ എങ്ങനെ താത്ത ദന്തന്ന ഇതാ താ ത ദ ദ ന, ഇങ്ങനെയല്ലേ മലയാളത്തിൽ താത്ത ദന്തന്ന ഇതാ. അപ്പൊ അതില് ഫസ്റ്റ് താ തന്നെ ഫസ്റ്റ് വരണം, രണ്ടാമത് അതേ താ തന്നെ വരണം. കണ്ടോ? അതിഥി ഇങ്ങനെയായിരിക്കണം ആൻസർ കേട്ടോ. അതിഥി. ഇവിടെ എന്താ വരിക? അതിഥികളെ നമ്മളെപ്പോഴും പറയും ഹാർദമായി എന്നാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലെ. ചിലപ്പോ സ്റ്റേജുകളൊക്കെ നമ്മൾ കാണുമ്പോൾ എല്ലാവരെയും, സ്റ്റേജിൽ ഇരിക്കുന്ന സദസ്സിലും വേദിയിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു എന്ന് വരും. ഇതിന്റെ കൂടെ ഒരു വായും കൂടി ഇടും. വാ വേണ്ട കേട്ടോ, ഹാർദമായി എന്ന് മാത്രം മതി. അതിഥികളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ശരിയായിട്ടുള്ള രീതി. പക്ഷെ അവിടെ തന്നത് തെറ്റാണ്. മനസ്സിലായോ? അത് കുറെ ഹാർദവമായി എന്ന് തന്നിട്ടായിരുന്നു. അതുപോലെ ഭാര്യയെ അയാൾ സദാ എപ്പോഴും വഴക്ക് പറയായിരുന്നു. സദാ പറഞ്ഞാല് എപ്പോഴും തന്നെയാണ്, വീണ്ടും എപ്പോഴും വേണ്ട, അത് ഡിലീഷൻ ആണ്. അതുപോലെ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ആണ് എന്നെ പാട്ടുപാടി ഉറക്കുന്നത്. അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ വേണ്ട, അമ്മയോ അച്ഛനോ ആണ്, അങ്ങനെ മതി. മനസ്സിലായി? അല്ലെങ്കിൽ എന്നുള്ളതൊന്നും അവിടെ വേണ്ട. മനുഷ്യനെ ഒഴിച്ചുകൂടാൻ കഴിയാത്തതും അത്യന്താപേക്ഷിതവുമായ ആവശ്യഘടകങ്ങളാണ് വായുവും ജലവും. ഒഴിച്ചുകൂടാനാവാത്തതും അത്യന്താപേക്ഷിതവും രണ്ടും ഒരേ അർത്ഥമാണ് കേട്ടോ. അപ്പൊ അതൊക്കെ അവിടെ തെറ്റുപറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്തത് 102/24 സെയിം, വീണ്ടും 102/24 തന്നെ വീണ്ടും ശരിയായ വാക്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതില് ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഉണ്ടായിരുന്നില്ല. മനസ്സിലായോ? ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു എങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നും ഇല്ലായിരുന്നു. അതാണ് അവിടെ വന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന. പക്ഷെ അതിലൊക്കെ റിപ്പീറ്റേഷൻ വന്ന വാക്കുകൾ കൊണ്ടാണത് ആൻസർ ഒക്കെ തെറ്റിപ്പോയത് കേട്ടോ. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. 100 ചതുരശ്ര മീറ്റർ കേട്ടോ, 100 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തോടെയുള്ള ഭൂമി. വിസ്തീർണമായ കേട്ടോ, ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി എന്നതാണ് ഇവിടെ കേട്ടോ. ഇവിടെ ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പക്ഷെ അതിൽ 4 ഓപ്ഷനിൽ 3 ഓപ്ഷനും ഈ വിസ്തീർണത്തിലാണ് തെറ്റുപറ്റിയത് കേട്ടോ. അവിടെ വിസ്തീർണമുള്ള, വിസ്താരമായ, വിസ്തീർണതയോടെയുള്ള അങ്ങനെയൊക്കെ തന്നും വേണ്ട. വിസ്തീർണമായ സിമ്പിൾ അങ്ങനെ മതി കേട്ടോ. അതൊക്കെയാണ് അവിടെ ശരിയായിട്ടുള്ളത്. അടുത്തേക്ക് കിടക്കാം. ഇവിടെ പുല്ലിംഗ ശബ്ദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? തന്നിട്ടുള്ളതിൽ പുല്ലിംഗ ശബ്ദം ഏതാണ്? നമ്പ്യാരാണ് കേട്ടോ. നമ്പ്യാരിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ഇത് നങ്ങ്യാറ് കേട്ടോ. ഇത് പുല്ലിംഗ ശബ്ദം, ഇത് സ്ത്രീലിംഗ ശബ്ദമാണ്. ബ്രാഹ്മണൻ എന്താണ്? അതൊരു പുല്ലിംഗ ശബ്ദമാണ് അല്ലെ. അതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ബ്രാഹ്മണി. പ്രഭു എന്ന് പറയും അല്ലെ. അതെന്താ? പുല്ലിംഗ ശബ്ദമാണ്. അതിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് പ്രഭു. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ, വീണ്ടും ഒരുപാട് പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമ്പ്യാർ, നങ്ങ്യാർ,
ബ്രാഹ്മണൻ, ബ്രാഹ്മണി, പ്രഭു, പ്രഭി, അല്ലേ? ഇങ്ങനെയാണ് സ്ത്രീലിംഗ പുല്ലിംഗ ശബ്ദം. ഇനി അതേപോലെ പണിക്കാരി. പണിക്കാരി എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പണിക്കാരി 140/24 ചോദ്യമാണ്. സ്ത്രീലിംഗ അല്ലെ? സ്ത്രീലിംഗമാണ് അല്ലെ? പണിക്കാരി, പണിക്കാരനല്ല, പണിക്കാരിയാണ്, സ്ത്രീലിംഗമാണ്. അതുപോലെ അവതാരകൻ. അവതാരകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ നാമമാണ് അല്ലെ? അവതാരകൻ. എന്നാൽ അതിന്റെ സ്ത്രീലിംഗ പദം ഏത് വരും? അവതാരിക. നമ്മൾ ചിലവരൊക്കെ പറയുന്നത് അല്ലെ? അവതാരിക, അവതാരകി അല്ലെ? അങ്ങനെയൊക്കെ പറയും. തെറ്റാണ്. അവതാരകൻ എന്ന് പറഞ്ഞാൽ പുല്ലിംഗ. സ്റ്റേജ് ഷോകൾ ഇപ്പൊ മിഥുന് അല്ലെ? മിഥുൻ നമുക്കറിയാം സ്റ്റേജ് ഷോ അവതരിപ്പിക്കുന്നവരാണ്. അവൻ ആരാ? അവതാരകനാണ്, അവതാരകനാണ്. എന്നാൽ അതിന്റെ കൂടെ തന്നെ ഇപ്പൊ രഞ്ജിനി ഹരിദാസ് നിൽക്കാറുണ്ട് അല്ലെ? അവൾ ആരാണ്? 14ാമത്തെ ആൻസറിൽ ഏത് വരും? പറയാ. സോറി, 96 ഇതില് ആൻസർ ഏത് വരും? അവതാരകൻ. അവതാരകൻ എന്ന് പറഞ്ഞ മിഥുൻ. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്ന ഇപ്പൊ രഞ്ജിനി ഹരിദാസ് ആണെന്ന് ചോദിക്കാം. അവരെ ഏത് നാമത്തിൽ യൂസ് ചെയ്യും? സ്ത്രീലിംഗത്തില് അവതാരക എന്നാണ് പറയാ കേട്ടോ. അവതാരക. ദേ മതി കേട്ടോ, എന്നെ അങ്ങോട്ട് മാറ്റിയാൽ മതി കേട്ടോ, എന്നെ അങ്ങോട്ട് വേണ്ട. ഇങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് അപ്പൊ സമയൊക്കെ കിട്ടും കേട്ടോ. അവതാരകൻ എന്ന് മാറ്റി അവതാരക. മനസ്സിലായോ? ഇനി സിംഹി. സിംഹി എന്ന് പറഞ്ഞ സ്ത്രീലിംഗ ശബ്ദമാണ്. വള്ളിയുണ്ട് അല്ലെ? സിംഹി. അതിന്റെ പുല്ലിംഗം എന്ത് വരും? സിംഹം. പുല്ലിംഗം സിംഹം. മനസ്സിലായോ? ഇനി അതേപോലെ വീട്ടുകാരൻ. അതൊരു പുല്ലിംഗ നാമമാണ്. അതിന്റെ സ്ത്രീലിംഗ പദം. ഇത് 135/24 ചോദ്യമാണ്. ഇത് 134/24. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് അടക്കം ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടോ നോക്കൂ കേട്ടോ. 127/24, 140/24 കേട്ടോ. വീട്ടുകാരൻ ആരായിരിക്കും അതിന്റെ സ്ത്രീലിംഗ പദം? ഇത് പുല്ലിംഗമാണ്. വീട്ടുകാരൻ. വീട്ടുകാരി, വീട്ടുകാരി കേട്ടോ. ഇങ്ങനെ പഠിക്കണം. അതേപോലെ കിങ്കരൻ. കിങ്കരൻ അത് പുല്ലിംഗമാണ്. അതിന്റെ സ്ത്രീലിംഗം എന്ത് ചെയ്തു? കിങ്കരൻ. കിങ്കരി കേട്ടോ. കിങ്കരിയാണ്. കിങ്കരിയാണ്. 133 കേട്ടോ. അടുത്തത് പിട. പൂവനാണ് അല്ലെ? പിട എന്താണ്? പൂവനാണ്. പിടി, പിടിയാന, കൊമ്പൻ അല്ലെ? പിടിയാന കൊമ്പനാണ്. മഹതി മഹാനാണ്. മഹതി മഹാനാണ്. 3ഉം 154/24 ചോദ്യമാണ്. പഠിച്ചല്ലോ അല്ലെ? പണിക്കാരി എന്താ? പണിക്കാരി ഒരു സ്ത്രീലിംഗ പദമാണ്. പണിക്കാരൻ പുല്ലിംഗമാണ്. അവതാരകൻ അവതാരക. സിംഹി സിംഹം. വീട്ടുകാരൻ വീട്ടുകാരി. കിങ്കരൻ കിങ്കരി. പിട പൂവൻ. പിടി കൊമ്പൻ. മഹതി മഹാൻ. നമ്പ്യാർ നങ്ങ്യാർ. ബ്രാഹ്മണൻ ബ്രാഹ്മണി. ബ്രാഹ്മണി. പ്രഭു പ്രഭി. ഒറ്റപ്പദം ആക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത്. ഋഷിയെ സംബന്ധിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയതാണ്. ഋഷിയെ സംബന്ധിച്ചത് ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഇടുക. ഞാൻ 2-3 ക്വസ്റ്റ്യൻ താഴെ കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇത് ക്ലാസ് എടുത്ത് പോയതുകൊണ്ട് എന്തോ ഉപകാരം? താഴെ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ നമ്പർ പറയുക. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്, അത് ചെയ്യണം കേട്ടോ. അപ്പൊ കുറെ ഒറ്റപ്പദങ്ങൾ നമ്മൾ പഠിച്ചതാണ്. നെക്സ്റ്റ് വൺ നോക്കാം. വിരക്തി എന്ന പദത്തിന്റെ വിപരീതം. വിരക്തി ഇപ്പൊ കുറച്ച് വിപരീത പദങ്ങൾ വീണ്ടും പഠിച്ചതാണ്. വിരക്തി എന്താ? ആസക്തിയാണ് കേട്ടോ. വിരക്തി എന്താണ്? ആസക്തി. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമായിട്ട് വരുന്ന കുറെ പഴഞ്ചൊല്ലൊക്കെ ശൈലിയൊക്കെ നമ്മളിപ്പോ പഠിച്ചു. എന്താണ്? പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുകയാണ് അല്ലെ? കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന് പറയും. എന്താണ്? പ്രവൃത്തി കൊണ്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആള് പറഞ്ഞുകൊണ്ട് തന്നെ തീർക്കും അല്ലെ? പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ഇനി ട്രാൻസിറ്ററി മെഷേഴ്സ് എന്നതിന്റെ ശരിയായ വിവർത്തനം എന്താണ്? ട്രാൻസിറ്ററി മെഷേഴ്സ്.
ട്രാൻസിറ്ററി മെഷേഴ്സ്, ഹ്രസ്വകാലം, ഇടക്കാലം, ഇടക്കാല നടപടി, ഇടക്കാല രീതിയിൽ സി ആണ് കേട്ടോ. ഇടക്കാല നടപടികൾ എന്നാണ് കേട്ടോ. ലേൺ ബൈ ഹാർട്ട്, ഇതിന് എന്ത് വരും? ലേൺ ബൈ ഹാർട്ട് 59/24. എന്താണ് ഇതിന്റെ കറക്റ്റ് മലയാള പ്രയോഗം? ഹൃദിസ്ഥമാക്കുക എന്നാണ് കേട്ടോ. ഹൃദിസ്ഥമാക്കുക എന്നതാണ് ലേൺ. അതായത് നമ്മളെല്ലാം പഠിച്ച് റെഡിയാക്കി വെക്കുക എന്ന് പറയില്ല, ലേൺ ബൈ ഹാർട്ട്, ഹൃദിസ്ഥമാക്കുക എന്ന് പറയും. അതുപോലെ ഇത് ചോദ്യം 59 എങ്കിൽ ലിറ്റിൽ ഡ്രോപ്സ് ഓഫ് വാട്ടർ make the ocean. ഇതിന്റെ മലയാള പരിവർത്തനം എന്ത് പറയും? പലതുള്ളി പെരുവെള്ളം. 41/24 ചോദ്യമാണ് കേട്ടോ. അങ്ങനെ നമ്മള് 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു 150ഓളം പ്രീവിയസ് ചോദ്യവും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണോ? എങ്ങനെയുണ്ട് ക്ലാസ്? താഴെ കമന്റ് ചെയ്യുക. ഇംഗ്ലീഷിന്റെ ക്ലാസ്സുമായിട്ട് വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ എടുക്കുന്നത് മലയാളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട്, ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട്, SCRT, ബയോളജി ലെസൺ വരുന്നുണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? ബയോളജിയും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം ഓരോ ലെസൺ, നമുക്ക് സിലബസിനനുസരിച്ച് വേണ്ട ലെസണുകൾ എടുത്തിട്ട് ആ ഓരോ ലെസണിൽ നിന്നും ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ ബയോളജി 13 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ 2 ചാപ്റ്ററും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓരോരോ ടോപ്പിക് വരും, ജോഗ്രഫി വരും, ഹിസ്റ്ററി വരും, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ വരും കേട്ടോ. അതെ, അപ്പോഴേക്കും എക്സാം ഒക്കെ നിങ്ങൾക്ക് കൈകളിൽ ഇരിക്കും. 21 മുതൽ 26 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് അരച്ചു കയറ്റി തരും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രിപ്ഷൻ കൊടുക്കണം കേട്ടോ. അത്ര മാത്രമേ നിങ്ങൾക്ക് ചെലവുള്ളൂ, വേറെ ഒന്നുമില്ല. 1 രൂപയുടെ മുതൽ മുടക്കില്ലാതെ തന്നെ ഇത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്ന രീതിയിൽ SCRT ഇംഗ്ലീഷ് മലയാളം കയ്യില് പക്ക കേട്ടോ. നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് ക്ലാസ്സുകൾ തന്നിരിക്കാം. താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു.